പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഇന്നത്തെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത്. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരേ മുന്നണിയിൽ നിൽക്കേണ്ട ആളുകൾ കേരളത്തിൽ പോരടിക്കുന്നത് നമ്മൾ കാണുന്നതല്ല. ഇനിയുള്ള 6 ദിവസങ്ങളിലും ഇതേ ചൊല്ലി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. അമ്മൂമ്മ കിടത്തിയിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണ് കൊച്ചുമോൻ എന്ന ലൈനാണ് ഇന്ന് പിണറായി വിജയൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്പോർ അങ്ങനെ തുടരുക തന്നെ ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 102 സീറ്റുകൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 102 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 543-ൽ ഏകദേശം 1/5 സീറ്റുകളും വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ BJP ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന് ഫോക്കസ് ചെയ്യുന്ന 5 മണ്ഡലങ്ങളിലെയും ഉയർന്ന പോളിംഗ് ശതമാനം 39 സീറ്റുകളും ഒറ്റഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദ്രാവിഡ പാർട്ടികളായ DMKയും അണ്ണാ DMKയും ഒക്കെ ഉഴുതുമറിച്ചിട്ട മണ്ണാണ്. BJPക്ക് മാത്രമല്ല DMKയ്ക്കും അണ്ണാ DMKയ്ക്കും ദ്രാവിഡ ഊർജ്ജം ഊറ്റം കൊള്ളുന്ന അവർക്ക് അവരുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്, അതുകൂടി ഞാൻ പറയാം, ഇന്ത്യ ബ്ലോക്ക്, അതായത് DMK ഉൾപ്പെടുന്ന, കോൺഗ്രസ് ഉൾപ്പെടുന്ന, CPIM-ഉം CPI-യും എല്ലാവരും ഉൾപ്പെടുന്ന അവിയലിൻ്റെ കൈവശം ഇപ്പോഴുള്ളത് 56.2% വോട്ട് വിഹിതവും 38 സീറ്റുകളുമാണ്. അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാൽ പോലും, കാരണം എന്ന് പറഞ്ഞാൽ ആടെണ്ണം കൂട്ടി വലിയ ഒരു ജാഥ നയിച്ചാണ് മത്സരിക്കുന്നത്. ആ ജാഥയ്ക്ക് നേരെ 4 പാർട്ടികൾ മാത്രമുള്ള NDA ആണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ജാഥ ജയിക്കുമോ, 4 പേരുള്ള NDA ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ 9.4% നിന്ന് 15%-ലെത്തിയാൽ പോലും അത് BJPക്ക് തമിഴ്നാട്ടിൽ നേട്ടമാണ്, അണ്ണാമലയ്ക്ക് നേട്ടമാണ്. ഉത്തരാഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസ് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. ആദ്യഘട്ടത്തിൽ 5 സീറ്റിലും ഉത്തരാഖണ്ഡിൽ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. 2014-ൽ 55.9% അത് 2019-ൽ 61.7% ഉയർത്തിയ BJPക്ക് 5 സീറ്റും ഇൻടാക്റ്റായി അവിടെയുണ്ട്. ആ 5 സീറ്റിൽ ഒന്ന് പോലും പോകില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് അവിടെയുള്ള നിലവിലെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ്. ഡിക്ലൈൻ ആണ് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന്. അതുകൊണ്ട് ഉത്തരാഖണ്ഡിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ കാര്യം. നോർത്ത് ഈസ്റ്റ് നമുക്ക് മൊത്തത്തിലെടുക്കാം. നോർത്ത് ഈസ്റ്റിലാകെ 15 സീറ്റുകളാണ്. അസം 5, മണിപ്പൂർ 2, അരുണാചൽ മേഘാലയ 2 വീതം, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര 1. അപ്പോൾ ആ 15 സീറ്റിലെ കണക്ക് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 2014-ൽ NDAക്ക് 8 ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് 6, മറ്റുള്ളവർ 1. അങ്ങനെയാണ് ഇന്ത്യ ബ്ലോക്കിലെ ഇപ്പോഴത്തെ കക്ഷികളെ ചേർത്താണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. അപ്പോൾ 2014-ൽ 8, 6, 1 ആ രീതിയിലായിരുന്നെങ്കിൽ 2019 ആകുമ്പോൾ അത് 13, 2, 0 എന്ന രീതിയിലാകുന്നു. രാജസ്ഥാനിൽ 12 സീറ്റുകളിൽ 25-ൽ 12 അതും BJPയുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ RLP എന്ന കക്ഷിയുമായി ചേർന്ന് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 12-ൽ 12ഉം ഈ ഒന്നാം ഘട്ടത്തിൽ BJPക്ക് പിടിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രോ BJP ഘട്ടമാണ്, പ്രോ NDA ഘട്ടമാണ്. ഒന്നാം ഘട്ടം ഗതി നിർണ്ണയിക്കും. ആ ഗതി പോയി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ പിന്നാലെയാണ്, NDA മുന്നണിയുടെ പിന്നാലെയാണ്.